ഹലോ എവരിവൺ, ഞാൻ മനു. വെൽക്കം ടു സൈബർ മല്ലു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതെൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൻ്റെ 10ാമത്തെ വീഡിയോയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നെറ്റ്വർക്ക് ഡിസ്കവറി എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു അറ്റാക്കർ എങ്ങനെ നിങ്ങളുടെ OSO, നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഡിവൈസോ സ്കാൻ ചെയ്ത് നിങ്ങളുടെ വൾനറബിലിറ്റീസ് മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചെല്ലാം അഡ്വാൻസ് ആയിട്ടുള്ള പല പ്രാക്ടിക്കൽസ് വരുന്നതേ ഉള്ളൂ. എന്നാൽ ഈ പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കാനിങ് നടത്തുവാനും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും ഇതുതന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് സ്കാനിങ് നടത്തേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ സെഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്ക് TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സിനെ കുറിച്ചാണ്. എന്താണ് TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സ് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഒരു സിമ്പിളായ ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യമേ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ ഒരു ട്രെയിൻ ജേർണിയിൽ ചിലപ്പോൾ ചില സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ ഒരു റെഡ് ഫ്ലാഗോ ഗ്രീൻ ഫ്ലാഗോ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവാം, അല്ലേ? ഒരുപക്ഷെ ഈ ഒരു റെഡ് ഫ്ലാഗ് കാണുമ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുകയും അതേപോലെ ഒരു ഗ്രീൻ ഫ്ലാഗ് കാണുമ്പോൾ ട്രെയിൻ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ഒരുപക്ഷെ എപ്പോഴെങ്കിലും റോഡിലും ടാറിങ് നടക്കുമ്പോൾ ഒരു വ്യക്തി റെഡ് ഫ്ലാഗ് കാണിച്ച് വണ്ടി നിർത്തുകയും ഗ്രീൻ ഫ്ലാഗ് കാണിച്ച് വണ്ടി പൊക്കോളാൻ പറയുന്നതും ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ വ്യക്തി നമ്മളോട് ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്നിട്ടും നമുക്ക് ആ സിഗ്നൽ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ഇതുതന്നെയാണ് ട്രെയിനിലെ ലോക്കോ പൈലറ്റും ചെയ്യുന്നത്. അവർ സ്പീഡിൽ പാസ് ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു സിഗ്നൽ കൊടുക്കുകയാണ് ഈ റെഡ് ഫ്ലാഗ് വെച്ചിട്ട്. ഈ ഫ്ലാഗ് കാണുമ്പോൾ അവർ വണ്ടി നിർത്തുകയും വണ്ടി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിലും ഒരുപാട് ഫ്ലാഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട ഫ്ലാഗ്സ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്ലാഗ്സ് കാണുമ്പോൾ നമ്മളുടെ നെറ്റ്വർക്ക് ഡിവൈസിന് പല കാര്യങ്ങൾ മനസ്സിലാവുകയും അവർ അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻസ് നടത്തുകയും ചെയ്യും. ഇതാണ് ഫ്ലാഗ്സിൻ്റെ പർപ്പസ്. നമ്മൾ ഇന്ന് ആദ്യമായി പഠിക്കാൻ പോകുന്നത് സിങ്ക് ഫ്ലാഗിനെ കുറിച്ചാണ്. SYN എന്ന ഫ്ലാഗിൻ്റെ ഫുൾ ഫോമാണ് സിങ്കർനൈസ്. എന്താണ് സിങ്കർനൈസ് എന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുന്ന കാര്യമാണ് സിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല, സിങ്കർനൈസ് ആയിട്ടില്ല തുടങ്ങിയ വാക്കുകൾ. എന്നാൽ അതിലൂടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ക്ലയൻറ്റ് മെഷീനുണ്ട്. ഈ ക്ലയൻറ്റിന് ഒരു സർവീസ് വേണം. ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒരു സെർവറിനോട് പറയണം, അതായത് എനിക്കൊരു സർവീസ് വേണമെന്ന്. അപ്പോൾ ഈ ഒരു കേസിൽ ക്ലയൻറ്റിന് ഒരു മെയിൽ അയക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അല്ല, 2 മെഷീൻസാണ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു മെഷീനിന് ഒരു സർവീസ് സെർവറിൻ്റെ സൈഡിൽ നിന്ന് വേണം. അപ്പോൾ നമുക്ക് ഹ്യൂമൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അവർ മെയിൽ അയച്ചോ ഒന്നും അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ അവർ ഒരു ഫ്ലാഗ് അയക്കുകയാണ്. അതായത് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഫ്ലാഗ് അയക്കുകയാണ്. ഇവിടുത്തെ ഫ്ലാഗിൻ്റെ പേരാണ് SYN. SYN എന്ന ഫ്ലാഗ് കാണുമ്പോൾ സെർവറിന് മനസ്സിലാകും ഇത് സിങ്ക് ഫ്ലാഗ് ആണ്. ഇതിലൂടെ ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നത് ഒരു കണക്ഷൻ റിക്വസ്റ്റ് ആണെന്ന്. ഇങ്ങനെ സെർവറിന് മനസ്സിലാക്കുകയും സെർവർ ക്ലയൻറ്റിന് ആവശ്യമായ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനിയും ഇവിടെ എഴുതി വെച്ചേക്കുന്നത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഇനിഷ്യേറ്റ് എ കണക്ഷൻ ആൻഡ് സിങ്കർനൈസ് സീക്വൻസ് നമ്പർ. അതിനർത്ഥം ഒരു ക്ലയൻറ്റ് അയക്കുന്നത് ഒരു റിക്വസ്റ്റ് മാത്രമായിരിക്കുകയില്ല, പല പല റിക്വസ്റ്റുകളായിരിക്കാം. അതായത് ഇത് സിങ്ക് 1, അടുത്തത് സിങ്ക് 2, അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് സെർവറിലോട്ട് ക്ലയൻറ്റ് അയക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം സെർവറിന് മനസ്സിലാവും. എന്നാൽ അടുത്തതാണ് ACK. ACK എന്ന് വെച്ചാൽ അക്നോളജ്മെൻറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ക്ലയൻറ്റ് സെർവറിന് ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുകയാണെന്ന്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് ഫസ്റ്റ് റിക്വസ്റ്റ്. എന്നാൽ ഈ കണക്ഷൻ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ സെർവറിന് ആ ഒരു സർവീസ് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യണം. സോ ഈ ഒരു കേസിൽ സെർവർ ആ ഒരു സർവീസ് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ സെർവർ ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
ഈ സർവീസ് കിട്ടിയ കാര്യം ക്ലയൻറ്റിന് സെർവറിനോട് കൺഫേം ചെയ്യണം. അതായത് എനിക്ക് സർവീസ് കിട്ടിയെന്ന്. ഇതാണ് ഇവിടെ അക്നോളജ്മെൻറ്റിലൂടെ യൂസ് ചെയ്യുന്നത്. ഈ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ സെർവറിന് മനസ്സിലാവും ക്ലയൻറ്റിന് തൻ്റെ സർവീസ് കിട്ടിയിട്ടുണ്ട്. സോ അത് അവിടെ ഒരു കൺഫർമേഷനായിട്ട് കണക്കാക്കുകയാണ്. സോ ഇതാണ് അക്നോളജ്മെൻറ്റ് പ്രോസസ്സ്. കൺഫേംസ് എ റെസിപ്റ്റ് ഓഫ് ഡാറ്റ ഓർ കണക്ഷൻ റിക്വസ്റ്റ്. സോ ഇവിടെ ക്ലയൻറ്റിന് സെർവർ പ്രൊവൈഡ് ചെയ്ത സർവീസ് കിട്ടിയെന്ന് പറഞ്ഞ് ക്ലയൻറ്റ് കൺഫേം ചെയ്യുന്നതാണ് അക്നോളജ്മെൻറ്റ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് FIN കുറിച്ചാണ്. FIN എന്ന് വെച്ചാൽ ഫിനിഷ്. നമുക്കറിയാം ഒരു ഫിനിഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ് ആയെന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ തന്നെ ഇവിടെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിലെത്തിയിട്ടുണ്ട്. ഇനിയും പ്രത്യേക സർവീസ് ഒന്നും ക്ലയൻറ്റ് സെർവറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലയൻറ്റ് അയക്കുന്നതാണ് FIN. സോ FIN കിട്ടിക്കഴിയുമ്പോൾ സെർവറിന് മനസ്സിലാവും ഇവിടെ ക്ലയൻറ്റിന് സർവീസ് കിട്ടിക്കഴിഞ്ഞു, അതായത് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. ഇനി അടുത്ത ഫ്ലാഗാണ് റീസെറ്റ്. നമുക്കറിയാം റീസെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. നമുക്കിപ്പോൾ നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഫോൺ വാങ്ങിയപ്പോൾ ഏത് സ്റ്റേജിലാണോ അതിലേക്ക് ആ ഒരു സ്റ്റേജ് തിരിച്ചു പോകും. നമ്മൾ അതിനുശേഷം ചെയ്ത എല്ലാ സെറ്റിങ്സും മാറി ഫോൺ എങ്ങനെയാണ് ഡിഫോൾട്ട്ലി ഉണ്ടായിരുന്ന സ്റ്റേജിലോട്ട് തിരിച്ചു പോകും. ഇതാണ് റീസെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രസ് സ്റ്റേറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു എറർ കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോഴത്തേന് അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വരുമ്പോഴത്തേന് സംഭവിക്കുന്നതാണ് റീസെറ്റ്. സോ ഇവിടെ റീസെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു റീസെറ്റ് ഫ്ലാഗ് സെർവറിന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കറൻറ്റ്ലി ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്തോ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പിന്നെയും 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് ഇതിൻ്റെ മീനിങ്. സോ റീസെറ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് എപ്പോഴും കണക്ഷൻ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലാഗ് മാത്രമാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അർജൻറ്റ് ഫ്ലാഗാണ്. അതിനുശേഷം നമ്മൾ പുഷ് ഫ്ലാഗിനെ കുറിച്ച് പഠിക്കും. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അർജൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന്. സോ അവിടെ നമുക്ക് ഇമ്മീഡിയറ്റുള്ള സർവീസ് വേണമെന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇവിടെ അർജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കേസായിരിക്കും അർജൻറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു സർവീസ് ക്ലയൻറ്റിന് ഇമ്മീഡിയറ്റ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ പല സർവീസുകൾ പെൻഡിങ് ആണ്, അല്ലെങ്കിൽ പല സർവീസുകൾ ഇൻ പ്രോഗ്രസ് ആണ്. പക്ഷേ ക്ലയൻറ്റിന് ഒരു സർവീസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിൽ URG ഫ്ലാഗ് കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇതിന് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണമെന്നാണ്. സോ ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇനിഷ്യേറ്റ് ദാറ്റ് ഡാറ്റ ഈസ് അർജൻറ്റ് ആൻഡ് ഷുഡ് ബി പ്രയോറിറ്റൈസ്, വിച്ച് മീൻസ് ഇവിടെ ഈ ഒരു സർവീസിന് അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് ഹൈ പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് അർജൻറ്റ് ഫ്ലാഗിൻ്റെ മീനിങ്. അടുത്തായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പുഷ് ഫ്ലാഗാണ്. പുഷ് ഫ്ലാഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബഫർ എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് പുഷ് ഫ്ലാഗിനെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. സോ ബഫർ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഒരു വൈറ്റ് ബാർ പെട്ടെന്ന് ഫില്ലാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നാലോ അതിന് പുറകെ തന്നെ റെഡ് ബാർ സ്ലോലി പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്നതനുസരിച്ചിട്ടാണ് റെഡ് ബാർ ഫില്ലാകുന്നത്, വൈറ്റ് ബാർ പെട്ടെന്ന് ഫില്ലാകുകയും ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ബഫറാണ്. അതായത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, സെക്കൻഡ് ബൈ സെക്കൻഡിലാണ് നമ്മൾ കാണുന്നത്. അതായത് 1 സെക്കൻഡ് വെച്ചാണ് നമ്മൾ ഓരോ സെക്കൻഡിലും ഇൻക്രീസ് ആയി വരുന്നത്. എന്നാൽ ബഫറിങ് ചെയ്യുമ്പോഴത്തേന് നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ, സോ ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ നമ്മൾ കാണുന്ന വീഡിയോ ഒരു 500 MB വീഡിയോ ആണെങ്കിൽ, സോ നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് 100 Mbps ആണെങ്കിൽ, സോ 5 സെക്കൻഡിൽ തന്നെ ഈ വീഡിയോ എൻ്റയർലി ലോഡ് ചെയ്യുവാൻ ബ്രൗസറിന് പറ്റും. പക്ഷേ അപ്പോഴും നമ്മൾ എവിടെയാണ് 5 സെക്കൻഡ്സിലേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഡാറ്റ ബഫറിലേക്കാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ യൂസേജും നെറ്റ്വർക്കിൻ്റെ സ്പീഡും തമ്മിലുള്ള ഗ്യാപ്പ് കാരണമാണ് ഈ ഡാറ്റ ഇവിടെ ബഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഇതിനാണ് നമ്മൾ ബഫർ ഉപയോഗിക്കുന്നത്.
സോ ബഫർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മൾ എപ്പോഴെങ്കിലും പേജ് ഒന്ന് റീലോഡ് ചെയ്യുകയാണെങ്കിലോ എൻ്റയർ കണ്ടന്റ് പോയിട്ട് നമ്മൾ പിന്നെയും ബിഗിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ബഫർ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കമ്മ്യൂണിക്കേഷനിലും സെർവർ നമ്മൾ ഡേറ്റ ഒരു പക്ഷേ ബഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ നെറ്റ്വർക്കിൻ്റെ സ്പീഡൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് മെയിൽ അയക്കുകയാണ്. നമ്മളൊരു മെയിൽ അയക്കുന്ന സമയത്ത് നമ്മളുടെ മെയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ റിസീവറിന് കിട്ടണം. നമ്മൾ ഇപ്പോൾ അയക്കുന്ന മെയിൽ അവർക്ക് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കിട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളുടെ മെഷീൻ തന്നെ ഒരു പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്യും. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് പോകുന്നത് ഒരു സെർവറിലോട്ടാണ്. സെർവറിന് മനസ്സിലാവും ഈ ഒരു മെസ്സേജ് ഒരിക്കലും ബഫർ ചെയ്ത് വെക്കേണ്ടതല്ല, ഇമ്മീഡിയറ്റ്ലി സെൻഡ് ചെയ്യേണ്ടതാണെന്ന്. അങ്ങനെയാണ് നമ്മളുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ റെസിപ്പിയൻറ്റിന് ഈ ഒരു മെസ്സേജ് അപ്പോൾ തന്നെ ഡെലിവർ ആകുന്നത്. സോ ഇതാണ് പുഷിൻ്റെ അഡ്വാൻറ്റേജസ്. നോക്കൂ, ഇൻസ്ട്രക്ട് ദ റിസീവർ ടു പ്രോസസ് ഡാറ്റ ഇമ്മീഡിയറ്റ്ലി ഫോർ റിയൽ ടൈം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സ് എന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് TCP കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ 3 വേ ഹാൻഡ് ഷേക്കിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.